ഹലോ. അപ്പൊ ഇന്ന് ഞാൻ ഒരു കാര്യം പറയാട്ടാ. വേറൊന്നുമല്ല, നമ്മൾ ഈ വീട്ടിൽ മക്കള് എനിക്കിപ്പോ 3 പിള്ളേരാണ്. അപ്പൊ നമ്മൾ ഇവരൊക്കെ കൊണ്ട് എന്തെങ്കിലും പരിപാടിക്ക് ഒക്കെ പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഇവർക്ക് ദേഷ്യം വന്നെങ്കിൽ ഇവർ നമ്മളെ വല്ല ബാഡ് വേർഡ്സ് വിളിക്കും, അല്ലെങ്കിൽ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ അടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചെറിയ പിള്ളേരാണല്ലേ. അപ്പൊ ഞാന് മിക്കപ്പോഴും എന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഞാൻ തിരിച്ച് നല്ല അടി കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ചീത്ത പറയും അവരെ. അങ്ങനെയാണ് സാധാരണ വരാറുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, പരമാവധി ഒന്നും പറയാണ്ടിരിക്കും. അവര് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടിട്ട് പൊക്കോളും, അങ്ങനെ ചിന്തിക്കും നമ്മൾ, അല്ലേ. പക്ഷെ ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മളെ അടുത്ത് പുറത്ത് നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. അപ്പൊ അവര് നമ്മളെടുത്ത് പറയും, എന്താണ് ഈ പഠിപ്പിച്ചു വെച്ചേക്കണത്, ഇതൊക്കെ എവിടുന്ന് പഠിച്ചതാ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ, അവരങ്ങനെ വിളിക്കുമ്പോ നമ്മ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ, ഇങ്ങനെയൊക്കെ പറയും, അല്ലെ, ചില ആൾക്കാർ. പക്ഷെ ഇതേ സെയിം ആൾക്കാരെ വീട്ടിലുള്ള പിള്ളേര് ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ ബാഡായിട്ട് സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചീത്ത വിളിക്കുക, അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാല് ഇവര് പറയുന്ന കാര്യമുണ്ട്. അയ്യോ കുഞ്ഞല്ലേ, അവൾക്കൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല, അവരെന്താ വിളിക്കണേന്ന് അവൾക്ക് അറിയില്ലല്ലോ, കുറച്ചും കൂടി വലുതാവുമ്പോ ശരിയായിക്കോളും. അതല്ലെങ്കിൽ എന്താ മോളെ അയ്യോ എന്റെ മോൾ പറഞ്ഞത് അതല്ല കേട്ടോ, പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണേ, ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചതല്ല, സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വന്നതാ, സ്കൂളിൽ കുറെ കച്ചറ പിള്ളേരുണ്ടേ, അവരെ കയ്യിൽ നിന്ന് പഠിച്ചിട്ട് വന്നതാ, ഈ വക ടോപ്പിക്കുകളായിരിക്കും അവർ പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവർ പറയണത് നല്ല കാര്യം എന്ന് പറഞ്ഞ് ചിരിച്ചതാക്കി കളയണമെന്നല്ല, നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ നമ്മളെ ഇങ്ങനെ ഒരുമാതിരി ജഡ്ജ്മെന്റിലായിട്ട് ഇത് വീട്ടിൽ എന്തോ പഠിപ്പിച്ചു കൊടുത്തിട്ട് പോയിട്ട് പറയണ പോലെയാണ് ചില ആൾക്കാരെ വർത്താനം കിട്ടുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരുടെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ആദ്യം നിങ്ങളെ വീട്ടിലെ കാര്യം നോക്കണം, അത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ വീട്ടിലത്തെ കാര്യം നോക്കാൻ. നമ്മളെ വീട്ടിലെ മക്കളും സ്കൂളിൽ പോണവരാണ്, നമ്മളെ വീട്ടിലെ മക്കളും കുഞ്ഞുങ്ങളാണ്. അവർ ജനിച്ചു വീണപ്പോൾ ഒരിക്കലും വലുതായിട്ട് ഇത് ഇന്നത് പറയാൻ പാടില്ല, ഇന്നതേ പറയാൻ പാടൂന്നൊന്നും അറിഞ്ഞിട്ടൊന്നും പഠിച്ചിട്ടൊന്നും അല്ല ഇങ്ങോട്ട് വന്നിട്ടുള്ളത്.